അപ്പൊ അങ്ങനെ തിന്നു മുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുന്നു. ഞങ്ങൾ ഏത് മീനാ? ആവോലി. ഓക്കെ. ഹേ എവ്രി വൺ. അപ്പോൾ അതെ, ഇന്ന് നമ്മൾ നാട്ടിലൊക്കെ പറയില്ലേ അയൽവക്കത്ത് വീട്ടിൽ പോകാമെന്ന്, അതേപോലെ ഞങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന അങ്കിളിൻ്റെ ആൻറ്റിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അവിടെ ചെന്നിട്ട് വാട്ട് ഓൾ വി ഈറ്റ് അറ്റ് ദെയർ ഹോമാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആസ് യൂഷ്വൽ ഞാൻ ക്യാമറ എടുത്ത വഴി അങ്കിൾ അവിടെ നിന്ന് ഓടി. പിന്നെ ഞങ്ങൾ കുറച്ച് കുടുംബകാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞ അപ്പം തന്നെ അങ്കിൾ ഇതേ സ്റ്റാർട്ടറായിട്ടൊരു മൊജീറ്റോ തന്നു. മൊജീറ്റോ കുടിച്ച് ശുഭമായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ദേ ബ്രെഡിൻ്റെ മുകളിൽ ട്യൂന പേസ്റ്റ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പക്ഷേ ആ സാധനം അങ്കിൾ കൊണ്ടു തന്നു. ദാറ്റ് വാസ് യമി. ദെൻ അത് കഴിഞ്ഞിട്ട് ദേ അടുത്ത സാധനം കൊണ്ടു തന്നു അങ്കിൾ. വേറെ ഒന്നുമല്ല, സോസേജും അതിൻ്റെ മുകളിൽ ചിക്കൻ കീമ റോൾ പോലത്തെ ഒരു സാധനം. അതും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്കിൾ ഷെഫായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് കൊണ്ട് തരുമ്പോഴാണെങ്കിലും നമ്മൾ കുട്ടി കുട്ടി ഡെക്കറേഷൻസ് ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതും കഴിച്ചിട്ടിരിക്കുമ്പോഴാണ് കേട്ടോ അങ്കിൾ നമ്മുടെ ബ്രെഡും ബീഫ് സ്റ്റൂവും കൊണ്ടു തരുന്നത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാമിലി ഡിസ്കഷൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ ദേ അങ്കിളിൻ്റെ അടുത്ത സ്പെഷ്യൽ വന്നു. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഒരു വൈകുന്നേരം ടു രാത്രിയുടെ ഇടയ്ക്ക് ഞങ്ങൾ തിന്ന ഭക്ഷണമാണിത്. കോട്ടയം സ്റ്റൈൽ മീൻകറി, പിന്നെ തന്നെ ഫിഷ് പൊള്ളിച്ചത്, പിന്നെ തന്നെ കപ്പ വേവിച്ചത്. ഏത് മീൻ പൊള്ളിച്ചതാ? ആ, ഞങ്ങൾ ഏത് മീനാ? ആവോലി. ഓക്കെ. അങ്കിളിൻ്റെ കുക്കിംഗ് പിന്നെ അടിപൊളിയായതുകൊണ്ട് പറയേണ്ട കാര്യമില്ല, എല്ലാം നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നാട്ടിലുള്ള ഗ്രാൻഡ് പേരൻസിനെ കേട്ടോ. എസ്പെഷ്യലി അമ്മമ്മേനെ അച്ഛനൊക്കെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. അവർ നാട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി തരുന്നതും അതൊക്കെ ശരിക്കും ഓർമ്മ വരും ഇത് കഴിക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ കപ്പയും മീൻകറിയൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പോഴാണ് അങ്കിളിൻ്റെ ഒരു സ്പെഷ്യൽ ഡെസേർട്ട് കൊണ്ടുതരുന്നത്. കപ്പയും മീൻകറിയും കഴിഞ്ഞിട്ട് അങ്കിളേ തന്നെ സാധനം കാരമലൈസ്ഡ് ബനാന വിത്ത് ഐസ്ക്രീം ആണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. കാരമൽ ഹീറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഒഴിക്കുന്നത്. പിന്നെ ആ ഐസ്ക്രീമിൻ്റെ ഒരു കോൾഡ് ആൻഡ് എല്ലാം കൂടി ആയിട്ട് നല്ലൊരു യമ്മിയാണത്. അങ്ങനെ ഇതേ രാത്രി ആയപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അങ്കിളിനോട് ആൻറ്റിയോടും ബൈയൊക്കെ പറഞ്ഞ് വീട്ടിൽ പോവാണ്. അപ്പൊ അങ്ങനെ തിന്നു മുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുന്നു. അങ്ങനെ ഇതേ അവിടെ നിന്ന് എല്ലാവരോടും ബൈയൊക്കെ പറഞ്ഞ് ഞങ്ങളിതേ തിരിച്ചു പോവാണ്. ഞങ്ങളവിടെ ഇരുന്ന സമയത്ത് വെളിയിൽ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. സോ അതാണ് ഈ റോട്ടിലൊക്കെ വെള്ളം കിടക്കുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഡേ. ഇനി ഇങ്ങനത്തെ സൗദി ലൈഫ് കാണണമെങ്കിൽ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്.